ഹരിദാസ്, ഈ ആരോമലിന്റെ വാർത്ത കേട്ടത് മുതൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഈ ചർച്ചയ്ക്ക് തീരുമാനിക്കുന്നത് മുതൽ ഈ പ്രിയ ഈ ചർച്ചയുടെ ഭാഗമാക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചതാണ്. അതിന്റെ കാരണം കാലങ്ങളായി പ്രിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ സഹായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ സമീപിക്കുകയും പക്ഷേ യാതൊരു തരത്തിലുള്ള അനുകൂല സമീപനവും അവർക്ക് കിട്ടുകയും ചെയ്തിട്ടില്ല. അവരൊരു പ്രതീക്ഷ അറ്റുപോയ സ്ത്രീയാണ്. അതുകൊണ്ടാണ് അവർ കോടതിയെ സമീപിക്കുക എന്ന തീരുമാനത്തിലേക്ക് കടന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ സമീപിച്ചിരുന്നു. ഒരു സഹായം കിട്ടുമോ എന്നുള്ള കാര്യം അവർ അന്വേഷിച്ചിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. അതിനുശേഷമാണ് കോടതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രിയയുടെ ആവശ്യം കൂടി വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരണം, അല്ലെങ്കിൽ അവരോട് നമ്മൾ ഈ ഘട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കേണ്ടതാണ് എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് പ്രിയ ഈ ചർച്ചയുടെ ഭാഗമാക്കിയത്. പ്രിയയിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ ഉപേന്ദ്രനാരായൺ കൂടി, റോഡ് സുരക്ഷാ വിദഗ്ധൻ കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായൺ, ഒരു ജീവൻ കൂടി കായംകുളത്ത് വലിയൊരു അനാസ്ഥയുടെ ഭാഗമായി യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിക്കാതെ അവിടെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാത്ത തരത്തിലൊരു കെണി, മനഃപൂർവ്വമായ ഒരു കെണി ഒരുക്കി വെക്കുന്നത് പോലെ അവിടെ ഒരു ഓട നിർമ്മാണം, ആ കുഴിയിലേക്ക് വീണ് 23-27 വയസ്സ് മാത്രം പ്രായമുള്ള ആരോമൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം. ഇങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും നാട്ടുകാർ നിരന്തരമായി പരാതി പറഞ്ഞിട്ടും വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിരന്തരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇടം പിടിച്ചിട്ടും കോടതി അടക്കം ഈ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിട്ടും ഗൗരവത്തോടു കൂടി ഇടപെട്ടിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഉപേന്ദ്രനാരായൺ? ഉത്തരവാദിത്വമില്ലായ്മ ഒന്ന് തന്നെയാണ്. കാരണം ഇന്ന് രാവിലെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാർത്ത ഈ പറഞ്ഞ കായംകുളത്ത് PAC ജംഗ്ഷനിലുണ്ടായ ആരോമലിൻ്റെ മരണമാണ്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ കേൾക്കുന്നത് ടോം ചാക്കോ, അതായത് തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്ത് ദേശീയപാതയിൽ അപകടത്തിൽപ്പെട്ടു അയാളുടെ അപ്പൻ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ടോൾ കൊടുക്കുന്ന പാതയിലും മരണം, ടോൾ കൊടുക്കാനായിട്ട് നിർമ്മിക്കുന്ന പാതയിലും മരണക്കിണികൾ. ഇതൊരു മാൻമെയ്ഡ് കില്ലിംഗ് ആണ്, ആദ്യമായിട്ട് പറയട്ടെ. കാരണം ഇത് സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ദേശീയപാത അതോറിറ്റി ആയിരക്കണക്കിന് കോടി രൂപയാണ് നിർമ്മാണ സ്ഥലങ്ങളിൽ, അതിനൊരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ട്, അതിൽ വർക്ക് സൈറ്റ്, അതിനുള്ള സൈൻ ബോർഡ്, റിഫ്ലക്റ്റീവ് ഹൈ ഇൻറ്റൻസിറ്റി ഗ്രേഡ് സൈൻ ബോർഡ് വെക്കണം, റിഫ്ലക്റ്റീവ് റിബൺ ഘടിപ്പിക്കണം, കൂടാതെ ബാറ്റൺ വെച്ചിട്ട് മാനുവലായിട്ട് ട്രാഫിക് കൺട്രോൾ ചെയ്യണം, കൂടാതെ വാർണിംഗ് ബ്ലിങ്കേഴ്സ് വേണം, രാത്രി കാലത്താണെങ്കിൽ ലൈറ്റ് ഘടിപ്പിക്കണം. ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് ഓഫ് ബിൽ ഓഫ് ക്വാണ്ടിറ്റിയിലുണ്ട്. ഞാനത് വായിച്ചതാണ്. അപ്പോൾ നിർമ്മാണ കമ്പനികൾ എന്ന് പറയുന്നത് രണ്ട് തരം കമ്പനികളാണ്. ഒന്ന് ഫസ്റ്റ് കോൺട്രാക്ടർ, ഒറിജിനൽ കോൺട്രാക്ടർ, NHAയുമായിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കിട്ടാനായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ആദ്യത്തെ കോൺട്രാക്ടർ. ഇപ്പോൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ആൾ സംസാരിച്ച അങ്ങനെയാണ്, 100 കോടിക്ക് അദ്ദേഹം കരാറെടുക്കും, 50 കോടിക്ക് സബ് കോൺട്രാക്ടർക്ക് മറിച്ചു കൊടുക്കും. ആ ആൾ ഒരു 15 കോടി രൂപ ലാഭം എടുത്തിട്ട് 35 കോടിക്ക് ഈ 100 കോടിയുടെ റോഡ് പണി. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് തള്ളിക്കളയാൻ പറ്റുന്നതും ജനങ്ങളെ പറ്റിക്കാൻ പറ്റുന്നതും ഇതിനകത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കേരളത്തിലെ PWD റോഡ് മാനുവൽസിലുണ്ട്. കൂടാതെ വേൾഡ് ബാങ്ക് നമുക്ക് ചാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു റോഡ് പണിയുമ്പോൾ വർക്ക് സൈറ്റിലെ എന്തൊക്കെയാണ് ഡിസിപ്ലിൻസ്. അവിടെ സ്പീഡ് ലിമിറ്റ് സൈൻ ബോർഡ് വേണം, മെൻ അറ്റ് വർക്ക് സൈൻ ബോർഡ് വേണം, വാർണിംഗ് ബ്ലിങ്കർ വേണം. കാരണം നിർമ്മാണം എന്ന് പറയുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് നിർമ്മാണ സ്ഥലത്തൂടെ ട്രാഫിക് അനുവദിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു നിർമ്മാണം നടക്കുമ്പോൾ എൻ്റയർ സ്ട്രെച്ച് ഡൈവേർട്ട് ചെയ്ത് വേറെ റോഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഒരേ റോഡിൽ തന്നെ നിർമ്മാണവും നടത്തും, അതേപോലെ തന്നെ ട്രാഫിക്കും പോകും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന മരണനിരക്ക് കുത്തനെ കൂടാനുള്ള ഉപേന്ദ്രനാരായൺ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ന്യായീകരിക്കാനായി ഉന്നയിക്കുന്ന ഒരു വാദം അത് ഈ കരാറുകാരുടെ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്, അവരുടെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ്. പക്ഷേ ഇങ്ങനെ കരാറുകാരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് കസേരയിലിരിക്കുക എന്നൊരു പ്രശ്നമാണല്ലോ അവിടെ ഈ പ്രധാനമായി മുഴച്ചു നിൽക്കുന്നത് ഉപേന്ദ്രനാരായൺ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇന്നത് ചർച്ചയ്ക്കെടുത്തു. ഇന്ന് ആലപ്പുഴ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും ഞാനുമായിട്ട് ഇതിനു വേണ്ടി മാത്രം സംസാരിച്ചു. അപ്പോൾ കായംകുളം DYSPയോട് രാവിലെ തന്നെ സംസാരിച്ചു. അപ്പോൾ ഞാനൊരു നിർദ്ദേശം വെച്ചത് ഈ കരാറുകാരനെ കൂട്ടുപ്രതിയാക്കാമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ സമ്മതിച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ വേണ്ടതാണ്. കാര്യം അയാളുടെ പിടിപ്പുകേട് കൊണ്ടും അനാസ്ഥ കൊണ്ടുമാണ് ഇന്ന് കായംകുളത്ത് 2 അപകടം ഉണ്ടായി.
ആരോമൽ കൂടാതെ KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് ടൂ വീലർ ഓടിച്ചു പോയ ഒരു സ്കൂട്ടർ ഓടിച്ചു പോയ പയ്യൻ ഗർത്തത്തിലേക്ക് വന്നു, മണ്ണെടുത്ത കുഴിയിലേക്ക് വീണിട്ട് അയാളുടെ ഫേസ് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആയിപ്പോയി. അയാൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കയറ്റിയേക്കാണ്. അപ്പോൾ 1 കിലോമീറ്റർ ദൂരത്തിലാണ് KPAC ജംഗ്ഷനും KSRTC ആയിട്ടുള്ള ദൂരം 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ 1 കിലോമീറ്റർ രാവിലെ കേൾക്കുന്ന 2 അപകടങ്ങളാണ്. ഇപ്പോൾ ആദ്യത്തെ കേസ് എന്ന് വെച്ചാൽ ബെവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം മേടിച്ചു എന്നൊക്കെയുള്ള വിഷയങ്ങൾ അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DSP എന്നോട് പറഞ്ഞു. അതെന്തോ ആട്ടെ, പക്ഷേ റോഡ് സുരക്ഷിതമായിട്ട് ഒരുക്കാനുള്ള ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കുമുണ്ട്, കരാർ കമ്പനിക്കുമുണ്ട്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇത് ദേശീയപാത ഒരു കാലത്ത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ കയ്യിലായിരുന്നു. അത് നിർമ്മാണത്തിനും മെയിൻ്റനൻസിനുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പണം തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശീയപാത അതോറിറ്റി ഫോം ആവുന്നത്. അതിനു മുമ്പ് വരെ 2000 വരെ ദേശീയപാത അതോറിറ്റി ഇല്ലാത്ത സമയത്ത് സ്റ്റേറ്റിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. 2 ഡിവിഷനാണ്. ഒന്ന് PWD റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡിവിഷനും മറ്റൊന്ന് കേരള സ്റ്റേറ്റ് PWD നാഷണൽ ഹൈവേ ഡിവിഷനും. അതിനൊരു ചീഫ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സും ധാരാളം സെക്ഷൻ ഓഫീസേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഓരോ ടെറൈനും അറിയാം, ഓരോ വർക്കും അറിയാം. അപ്പോൾ അത് കാര്യക്ഷമതയോടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശീയപാത അതോറിറ്റി ഒന്നാകെ ഇന്ത്യയിലെ റോഡുകൾ മൊത്തമായിട്ട് അവർ എടുത്തിട്ട് ടോൾ കമ്പനികളെ ഏൽപ്പിക്കുകയാണ്. ടോൾ കമ്പനികളാണ് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ തന്നെ ഡിസൈൻ ചെയ്യും, അവർ തന്നെ അവരുടേതായ മെത്തഡോളജി, അതായത് ഇതിന് പല നോംസ് ഉണ്ട്. ഇപ്പോൾ IARC ഇന്ത്യൻ റോഡ് കോൺഗ്രസ് കോഡ് ഓഫ് പ്രാക്ടീസ് എല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഓരോ റോഡും പണിയുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി റോഡ് നേരെ 90 ഡിഗ്രി വെട്ടി താഴ്ത്തി റോഡ് പണിയാണ്. അതെല്ലാം ഇടിഞ്ഞു വീഴും. കാര്യം അതിനപ്പുറത്തോട്ട് മാറി ഒരു 10 സെൻറ്റ് സ്ഥലം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ സ്ലാൻഡായിട്ടാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത്, പണിയേണ്ടത്. പിന്നെ റോഡിൻ്റെ കൺസ്ട്രക്ഷന് ഇപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്, റോക്ക് സബ് ബേസ് വേണം. അല്ലാതെ കളിമണ്ണും ചെളികൊണ്ടും അല്ല സബ് ബേസ് ഉണ്ടാക്കേണ്ടത്. ഈ റോക്കിൻ്റെ പുറത്ത് ഗ്രാവൽ ഇട്ടിട്ട് മെറ്റൽ ഇട്ടിട്ട് വൈബ്രേറ്റിംഗ് റോളർ ഇട്ടിട്ട് ഉറപ്പിച്ചാണ് റോഡ് നിർമ്മാണം നടത്തേണ്ടത്. അത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, ഓരോ കാര്യത്തിലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്കിപ്പോൾ കൂരിയാടിലെ ഇഷ്ടിക വെച്ചേക്കുന്ന ഈ കല്ല് കണ്ടില്ലേ, അതെല്ലാം പൊട്ടിപ്പൊളന്ന് പോയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ മഴയ്ക്ക് തന്നെ പൊട്ടിപ്പോയി. കാര്യം അതിനകത്ത് സ്റ്റേറ്റിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസേ ഉള്ളൂ. പിന്നെ ഏറ്റവും ചെയ്യാൻ പറ്റുന്നതാണ് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ മറ്റന്നാളെ കളക്ടർ മീറ്റിംഗ് വിളിക്കും, ദേശീയപാത അതോറിറ്റിയും വിളിക്കും, ആദ്യത്തെ ഒറിജിനൽ കരാറുകാരനെയും വിളിക്കും. അവരുടെ അനാസ്ഥ ഉണ്ടായിട്ടുള്ള എല്ലാ മരണങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കും അവരെ കൂടി അക്യൂസ്ഡ് ആക്കും. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൻ്റെയും കോൺട്രാക്റ്റുടെ എഗ്രിമെൻറ്റിൻ്റെ എല്ലാം കോപ്പി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത് സംഭവിച്ചത് 2000-ന് ശേഷമാണ്. മറ്റ് സ്റ്റേറ്റിലൊക്കെ ഈ മാതിരി ക്ലൈമറ്റ് അല്ല. അവിടെ ഇപ്പോൾ തന്നെ ഇന്ന് ടോം ചാക്കോയുടെ അപകടം തന്നെ കണ്ടില്ലേ, അവിടെ 80 കിലോമീറ്റർ സ്പീഡാണ്. അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റൂട്ട് പെട്രോളിങ് വേണം. ഞാൻ ഈ ഹൈവേയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അതായത് എല്ലാ അരമണിക്കൂറിലും ഒരു വാനിൽ റൂട്ട് പെട്രോൾ ഓഫീസർമാർ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. തെറ്റായ രീതിയിൽ ഓടിക്കുന്നവനോട് മാറ്റി നിർത്താൻ പറയും. ടയർ ബ്രേക്ക് ഡൗണായി നമ്മൾ പഞ്ചറായി കിടന്നാൽ അവരും ഒന്ന് ഹെൽപ്പ് ചെയ്യും. പെട്രോൾ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ 5 ലിറ്റർ പെട്രോൾ നമുക്ക് തരും. പക്ഷേ ആ പൈസ നമ്മൾ കൊടുക്കണം. അങ്ങനെ റൂട്ട് പെട്രോളിംഗ് സിസ്റ്റം ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. പക്ഷേ ഒരിടത്തും തന്നെ ഈ മണ്ണുത്തി പാതയിൽ തന്നെ എവിടെങ്കിലും റൂട്ട് പെട്രോളിംഗ് ഓഫീസർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡെഡ് ആനിമൽ റിമൂവർ, ഒരു പശു കുറുക്കി ചാടി, ഒരു ഡോഗ് കുറുക്കി ചാടി ചത്താൽ അതിനെ ഹാഫ് ആൻ അവറിൽ ബെറി. ശരിയാണ് ശ്രീ ഉപേന്ദ്രനാരായൺ, 2 കാര്യങ്ങൾ കൂടി. ഒന്ന്, ഇതിൽ ദേശീയപാത അതോറിറ്റിയുടെ റോഡുകളിൽ മാത്രമല്ല അല്ലാത്ത റോഡുകളിലും സമാനമായ പ്രശ്നവും ഈ അപകടക്കെണിയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമീപകാലത്തുള്ള ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ കാര്യങ്ങളിൽ കൂടി കൂടുതലായി ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പലയിടങ്ങളിലായി ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ വിള്ളൽ പ്രശ്നം, വിവാദം, നാട്ടുകാരുടെ പ്രതിഷേധം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ആ പ്രശ്നം വന്നതിന് ശേഷവും ദേശീയപാത അതോറിറ്റി ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ ഒരു മെല്ലെപ്പോക്കുണ്ട് എന്നുള്ള വിമർശനം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് സജീവമായി ഉയരുന്നതാണ്. അതിനവർ ചൂണ്ടിക്കാട്ടുന്നത്
ഈ ഒരു സമിതി രൂപീകരിച്ചു. ഈ കരാർ കമ്പനിക്കെതിരെ നടപടി ഉണ്ടായി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പല മേഖലകളിലും ഇപ്പോഴും നേരിട്ടെത്തിയ ഒരു പരിശോധനയ്ക്ക്, അല്ലെങ്കിൽ നാട്ടുകാർ നേരത്തെ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് സമ്മതിക്കാനോ അവർ തയ്യാറാവുന്നില്ല, അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല, നേരിട്ട് അവിടെ പരിശോധന നടത്താൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ഒക്കെ ചില മേഖലകളിൽ അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാൻ തന്നെ കേരളത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ കൂരിയാടൊക്കെയാണ് വലിയ വിഷയങ്ങൾ ഉണ്ടായത്. അവിടെയൊന്നും നേരിട്ടുള്ള ഒരു സന്ദർശനം ഉണ്ടായില്ല എന്നുള്ള വിമർശനം, അല്ലെങ്കിൽ പരിഹരിക്കാൻ പാകത്തിലുള്ള ഇടപെടൽ NHAയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാവുന്നില്ല എന്ന വിമർശനം. അപ്പോൾ കായംകുളത്തൊക്കെ ഇങ്ങനെയൊരു അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നത് NHAയ്ക്ക് അറിയില്ല, അവർക്കത് നേരിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്? ഉപേന്ദ്രനാരായൺ. യെസ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസർമാർ, പ്രോജക്ട് ഡയറക്ടർമാർ, എഞ്ചിനീയേഴ്സ് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്നത് മീണ എന്ന് പറയുന്ന സാറാണ്. മീണ അദ്ദേഹമാണ് എൻ്റയർ കേരളത്തിൻ്റെ ചുമതല. ആൻസി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്ട് ഡയറക്ടറാണ് പാലക്കാട്ടിരിക്കുന്നത്. നമ്മുടെ തൃക്കാക്കര ഇരിക്കുന്ന മറ്റൊരു റെഡ്ഡിയാണെന്ന് തോന്നുന്നു, ആന്ധ്രാപ്രദേശുകാരനൊരു ഓഫീസറാണ്. അവരൊന്നും ഈ പറഞ്ഞ ഫീൽഡിലേക്ക് വരില്ല. അവർ ഓഫീസിലിരുന്നിട്ട് കിട്ടാവുന്ന പണം കരാറുകാരിൽ നിന്ന് മേടിക്കുക, കൈക്കൂലി മേടിക്കുക എന്നല്ലാണ്ട് അവർക്കെന്ത് ഛേദം? കേരളത്തിലെ ആൾക്കാർ കുഴിയിൽ വീണു മരിക്കുന്നു, അല്ലെ റോഡിൽ വണ്ടി ഇടിച്ചു മരിക്കുന്നു, അവർക്കെന്ത് ഛേദം? അതേസമയം ഞാൻ 10-25 കൊല്ലം മുന്നിലേക്ക് പോവാണ്. ഇപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അവർക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെ അപകടം ഉണ്ടാവും. നമുക്ക് നേരിട്ട് ജോസഫ് സാറിനെ കണ്ടു പറയാം, സാർ ഇന്നടുത്ത് ഇന്ന വിഷയമുണ്ട്, ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി മറ്റേ രീതിയിൽ ചെയ്യണം. അവർ ചെവി കൊടുക്കും. ഈ ദേശീയപാത അതോറിറ്റി എഞ്ചിനീയേഴ്സ് ഒന്നും കേരളത്തിനോടൊരു താല്പര്യമില്ല, അവർ ചെവി കൊടുക്കില്ല. അവർ വന്നിട്ട് ഓഫീസിലിരിക്കുക, അവർക്ക് കിട്ടാനുള്ള കാശ് എങ്ങനെയെങ്കിലുമൊക്കെ മേടിക്കുക. അതിൻ്റെ പ്രധാന കാരണം ഈ ദേശീയപാത അതോറിറ്റിയുടെ ഒരു ഓഫീസർ, ഒരു എഞ്ചിനീയറെ കരാറുകാരൻ്റെ ഇടയ്ക്ക് വെക്കും. ആ കരാറുകാരൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ ദേശീയപാത അതോറിറ്റിയെ ധരിപ്പിക്കാൻ വീഡിയോ എടുത്ത് കൊടുക്കണമെന്നാണ് നിയമം. ഇപ്പോൾ കൂരിയാട് സംഭവം എടുക്കാൻ പോയ അയാളെ ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കരാറുകാരൻ എന്ന് പറയുന്നത് വലിയ വലിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ഇപ്പം കൂടുതലും കേരളത്തിൽ പണിയുന്ന ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റിലും ബ്ലാക്ക് ലിസ്റ്റ് പെട്ട കുറേ റെഡ്ഡി കമ്പനികളാണ്. ഇപ്പം GIPL എന്ന് പറയുന്ന കമ്പനിയാണ് എടപ്പള്ളി മണ്ണുത്തി പാതമണിഞ്ഞത്. 2010 തൊട്ട് ടോൾ പിരിവ് നടത്തി, 2025 പണി തീർന്നിട്ടില്ല. നിങ്ങളാരെങ്കിലും തൃശ്ശൂർ പോകുന്നവരോട് ചോദിക്കുക, ഇത്ര ദുരിതയാത്ര. ഇപ്പം നമ്മുടെ ആ ദുരിതയാത്ര എന്ന് വെച്ചാൽ അണ്ടർപാസ് പണിതിട്ടില്ല, ഫ്ലൈ ഓവർ പണിതിട്ടില്ല, സർവീസ് റോഡ് പണിതിട്ടില്ല. നമ്മൾ ടോൾ കൊടുത്താണ് ഈ ദുരിത യാത്ര ഏറ്റെടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം തന്നെ നോർത്ത് വെസ്റ്റായിട്ട് പണിയുന്ന NH66. അത് കേരളത്തിലൂടെ കടന്നു പോകുന്ന 650 കിലോമീറ്റർ ദൂരത്തിലാണ്. 6 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്താം എന്നുള്ള പ്രോമിസാണ് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നത്. 6 മണിക്കൂർ പോയിട്ട് 16 മണിക്കൂറായാലും നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ശരി, ശ്രീ ഉപേന്ദ്രനാരായൺ, ചെറിയൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് താങ്കളുടെ ഒരു പ്രതികരണം കൂടി തേടേണ്ടത് അത് ഈ പ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. പ്രിയയെ താങ്കൾക്കറിയാം എന്ന് കരുതുന്നു. 4 മാസം മുമ്പ് ഈ ദേശീയപാത നിർമ്മാണത്തിനിടെ എടുത്ത കുഴിയിൽ രാത്രി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ട ആ കുഴിയിൽ വീണ് ജീവൻ നഷ്ടമായ രഞ്ജിത്തിൻ്റെ ഭാര്യയാണ്. അവർ ഇപ്പോൾ നഷ്ടപരിഹാരത്തിനായി കയറിയിറങ്ങാത്ത സ്ഥലമില്ല. അവർ പ്രതീക്ഷയറ്റുകൊണ്ട് കോടതിക്ക് മുമ്പിലേക്ക് പോകാൻ പോവുകയാണ്. അവർ കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അവരോട് ഉപേന്ദ്രനാരായൺ പറയാനുള്ളത് എന്താണ്? ശ്രീ ഉപേന്ദ്രനാരായൺ. അത് ബഹുമാനപ്പെട്ട ഹരിദാസ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഒരു സിവിൽ കേസിലേക്ക് പോയാൽ പ്രിയ അമ്മുമ്മച്ചിയായ തന്നെ ഈ കേസ് തീരില്ല. കാര്യം പല സിവിൽ കേസും മിനിമം ഒരു കോടതിയിൽ നിന്ന് അതിൻ്റെ വിധി വരാനായിട്ട് മിനിമം 6 കൊല്ലം എടുക്കും ഇപ്പോഴത്തെ നിലയിൽ. പിന്നെ അടുത്ത അപ്പർ കോർട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും 6 കൊല്ലം എടുക്കും. അത്രയായി 12 കൊല്ലമായി. പിന്നെ അതിന് മുകളിൽ ജില്ലാ കോടതിയിലേക്ക് പോകുമ്പോൾ വീണ്ടും 10 കൊല്ലം എടുക്കും. എത്രയായി? 22 കൊല്ലമായി. അപ്പോൾ ദയവ് ചെയ്ത് കലൂര്, നമ്മുടെ എറണാകുളത്ത് കലൂര് ഈ പറഞ്ഞ രീതിയിൽ ഒരു കോടതിയുണ്ട്. 2 കൊല്ലം കൊണ്ട് പ്രിയയ്ക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിലൊരു നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നല്ല ഒരു അഡ്വക്കേറ്റിന് പൈസ കൊടുക്കേണ്ട അവിടെ തന്നെ ലോയേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്. കേരള ലീഗൽ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് അവിടെ അഡ്വക്കേറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ദയവ് ചെയ്ത് മാഡം അവിടെ ചെന്ന് കലൂര് ചെല്ലുക. ഈ പറഞ്ഞ പല അഡ്വക്കേറ്റ്സും ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ടി വാദിക്കും, അവരെ രക്ഷിക്കും.